ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. അപ്പൊ കഴിഞ്ഞ സെഷൻ വണ്ണില് മൊഡ്യൂൾ വണ്ണില് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളെ പേരിൽ എങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ബുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിന്റെ ഒരു സാമ്പിൾ ആൻഡ് സിമ്പിൾ മെത്തഡ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ് ആയ ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ബുക്ക് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ ഒരു സ്റ്റോറി ബുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു സാമ്പിൾ മെത്തേഡ് ഒക്കെ പറഞ്ഞു. അതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ബുക്ക് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതിൽ എങ്ങനെ പിക്ചേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഗതിയാണ്. ഓക്കെ, അപ്പൊ തൽക്കാലം ഞാൻ അവിടെ ഈ ഒരു കോളം കട്ട് ചെയ്യുന്നു. നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു ഫ്രെയിം എടുക്കാം. അപ്പൊ ആദ്യം ഒരു ഫ്രെയിം നമുക്കിവിടെ കൊണ്ടുവരാം. സ്റ്റോറിക്കൊക്കെ വേണ്ട ഒരു ഫ്രെയിമാണ്. നമുക്കൊരു ഫ്രെയിം നമുക്ക് ആദ്യം കൊണ്ടുവരാം. ഫ്രെയിം നമുക്ക് കൊണ്ടുവന്നിട്ട് അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുള്ള ശ്രമം നടത്താം. ഏതൊരു സ്റ്റോറിയുടെയും ആദ്യ പേജിൽ ആ ഒരു ഇതിനുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ ലിറ്റിൽ ഡ്രീം കളക്ടർ എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവയോട് ആവശ്യപ്പെടാം. ഇതാണ് നമ്മുടെ സ്റ്റോറി. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ എന്താണ് ജനറേറ്റ് പിക്ചർ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ മതി. ജനറേറ്റ് പിക്ചർ ഓൺ ദി ബേസിസ് ഓഫ് ഗിവൺ സ്റ്റോറി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ജനറേറ്റ് കൊടുത്തു നോക്കാം. അപ്പൊ നമ്മളെ സ്റ്റോറി കോപ്പി ചെയ്തു, എന്നിട്ട് ആ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള പിക്ചർ എന്ന് ചെയ്യാൻ പറയുന്നു, നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറയുന്നു. നമ്മൾ താഴെ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോറി ബേസ് ചെയ്തുള്ള പിക്ചർ ഒക്കെ ക്യാൻവനെ നമുക്ക് എന്താക്കി ഡിസൈൻ ചെയ്ത് തരുന്നുണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെ രീതിയിലുള്ളതൊക്കെ. ഓക്കെ, യെസ്, ലിറ്റിൽ ഡ്രീം കളക്ടർ എന്നല്ലായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അത് എന്ത് ചെയ്യാം, ഒന്ന് കൊടുത്താൽ. ഓക്കെ, പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെയല്ല പിക്ചർ വേണ്ടതെങ്കിൽ നമുക്ക് എന്താണ് ഇല്ലുസ്ട്രേറ്റഡ് ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങ് കൊടുത്തു നോക്കാം കേട്ടോ. ഇല്ലുസ്ട്രേറ്റഡ് പിക്ചറാണ് വേണ്ടതെങ്കിൽ നമുക്കത് കൊടുത്തു നോക്കാം. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇതിൽ എനിക്ക് വന്നത് നമുക്ക് ഫുൾ കണ്ടന്റ് ഇവിടെ പോകുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, ഇവിടെ അത് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലുസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാം. ഇല്ലുസ്ട്രേറ്റഡ് പിക്ചർ എന്ന് കൊടുത്താൽ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന പിക്ചർ ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. ഇനി ChatGPT കൊടുത്താൽ നമുക്ക് എന്തുണ്ടാവും, പിക്ചർ കിട്ടും. ഓക്കെ, ആ പിക്ചർ ആ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ പിക്ചർ ഉണ്ടാക്കാൻ പറയാം കേട്ടോ. നമുക്ക് ക്രിയേറ്റ് എ illustrated picture based on this story എന്ന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ChatGPT നമുക്കൊരു പിക്ചർ ഉണ്ടാക്കിയത് നോക്കാം. നമുക്ക് കണ്ടില്ലേ, ലിറ്റിൽ ഡ്രീം നോക്കിയ നല്ല രസമായിട്ടുള്ള ഒരു പിക്ചറൊക്കെ ഇല്ലുസ്ട്രേറ്റഡ് ആയിട്ടുള്ള പിക്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം. ഓക്കെ, ഇതാണ് ക്യാൻവ തന്ന പിക്ചർ. നമുക്ക് ChatGPT തന്ന പിക്ചർ നോക്കി നോക്കട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് ഫ്രീ വെർഷനിൽ നമുക്ക് കിട്ടുന്നില്ല. എന്തായാലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ്. തൽക്കാലം നമുക്ക് ക്യാൻവ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്യാൻവയിൽ നമുക്ക് ഉപയോഗിച്ച് പോവാം. ഓക്കെ, നമുക്ക് നല്ലൊരു സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് വേണ്ട നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റർ പെൻസിൽ ഡ്രോയിങ് ആണ് വേണ്ടതെങ്കിൽ അതും കിട്ടുന്നുണ്ടോ. ഇല്ലുസ്ട്രേറ്റർ പെൻസിൽ ഡ്രോയിങ് പിക്ചർ ആണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് അത് കൊടുത്ത് ജനറേറ്റ് കൊടുത്തു. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് നോക്കാം. നമുക്ക് ജനറേറ്റ് ആയി കൊടുക്കുകയാണ്. യെസ്, ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, നല്ല അടിപൊളി ആയിട്ടുള്ള പിക്ചർ വന്നിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും ഫിറ്റ് ആയി വന്നിട്ടില്ല അല്ലേ. അതിലേക്ക് ഒന്നുകൂടി മനോഹരമായിട്ടുണ്ട്.
ലിറ്റിൽ ഡ്രീം സെലക്ടർ. യെസ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇനി കണ്ടന്റുകൾ നമുക്ക് നേരത്തെ പറഞ്ഞ കണ്ടന്റുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി കണ്ടന്റ് ആഡ് ചെയ്യാൻ നമുക്ക് ഇവിടെ കൊടുത്ത പേജിലേക്ക് നമുക്ക് ഇതായിരുന്നല്ലോ നമ്മളെ കണ്ടന്റ് അല്ലേ, ഇത് നമുക്ക് ജസ്റ്റ് കൊടുക്കുന്നു. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിങ്ങനെ ഇടയ്ക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ എത്രയായിരുന്നു, DM സാൻസ് ആണ് 21 ആണ് അല്ലേ. അപ്പോൾ അതിലേക്ക് മാറ്റണം, നമുക്ക് DM സാൻസ് ആണ് നമ്മുടെ ഓപ്ഷൻ. 21 ആയിരുന്നു നമ്മുടേത്. മാർജിന്റെ പുറത്താണ് വന്നിട്ടുള്ളത്, മാർജിനിലേക്ക് വരുത്തണം. ഓക്കെ. യെസ്. പിന്നെ നമ്മുടെ ഇത് 1.7 ആയിരുന്നു നമ്മുടേത്. 1.7 ആയിരുന്നു നമ്മുടേത്. 1.7 ആയിരുന്നു. ഓക്കെ. ഇപ്പം കുറേ എണ്ണം പുറത്ത് പോയിട്ടുണ്ട്. നമുക്ക് നേരത്തെ കഴിഞ്ഞ ഇത്രയും ഭാഗങ്ങൾ നമുക്കിതിൽ വന്നു. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ പേജ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ ഒരു വേറെ പിക്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് വേറെ പിക്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇവിടെ തന്നെ. ഓക്കെ. അതേ ഒരു ലെവലിൽ നമുക്ക് അടുത്ത പിക്ചർ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ. അപ്പം ഇതേപോലെ നമുക്ക് ഓരോ പിക്ചർ സംബന്ധമായ രീതിയിൽ നമുക്ക് സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മുടെ പുസ്തകങ്ങൾ ഇങ്ങനെ മനോഹരാക്കി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ ഓരോ സ്റ്റോറിയുടെ മുമ്പിലും സ്റ്റോറീസിലേക്ക് നമുക്ക് എന്താക്കാൻ പറ്റും, ബുക്കുകൾ നമുക്കിങ്ങനെ കളർഫുൾ ആക്കി ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ പുറമെ നമുക്ക് ആ ബുക്കിനെ ഒന്നുകൂടി മനോഹരാക്കാൻ വേണ്ടിയിട്ട് പേജ് ഡിസൈൻ കൊടുക്കാൻ പറ്റും. പേജ് ഡിസൈൻ, പേജ് ബോർഡർ ഡിസൈൻ കേട്ടോ. പേജ് ബോർഡർ ഡിസൈൻ എന്ന് കൊടുക്കാം. നമുക്ക് എന്താ വരുന്നത് നോക്കാം. ഇതുപോലെ ഒരുപാട് ബോർഡേഴ്സ് ഡിസൈൻഡ് ആയിട്ടുള്ള സാധനമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കുറേയൊക്കെ ആർട്ടിഫിഷ്യലി രസം ഉണ്ടാവില്ല, ചിലതൊക്കെ രസമായിട്ട് വരുന്നതുണ്ടാവാം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതികളൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം കേട്ടോ. ഒരു ലീഫൊക്കെ കാണുന്നുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ കാണുന്നുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ഇവിടെ ബോർഡിൽ കൊടുത്ത് നോക്കാം. ഇതെങ്ങനെ നമുക്ക് ഇതിന്റെ ഇതിലേക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഈ സ്റ്റോറി ബുക്കിന്റെ സൈഡിലെ ബോർഡറിൽ നമ്മൾ കൊടുക്കാം. ഓക്കെ. ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി പിടിപ്പിക്കാം, ചെറുതാക്കി മാറ്റുന്നു. ഓക്കെ. ഇങ്ങനെ നമുക്ക് ഓരോ പേജുകളും, ഇനി നിങ്ങൾ ഓരോ പേജിലേക്ക് ഇത് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് നേരെ എന്താക്കിയാൽ മതി, ആദ്യം നമ്മളൊരു പേജ് ഡിസൈൻ ചെയ്ത ശേഷമായിരിക്കണം നമ്മൾ അടുത്ത പേജിലേക്ക് പോവേണ്ടത്. അപ്പോൾ ഇത് നേരെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ അടുത്ത പേജിൽ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ. അങ്ങനെ അങ്ങനെ നമുക്ക് എന്താക്കാവുന്നതാണ്, പോകാവുന്നതാണ്. ഇനി പേജ് നമ്പറിന്റെ എന്താണ് താഴെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു റൗണ്ട് കൊടുക്കാവുന്നതാണ്. സർക്കിൾ കൊടുത്തു നോക്കാം. സർക്കിൾ കൊടുത്തു നോക്കാം. ഈ സർക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെന്ററിൽ വെക്കാം. ഒരു സർക്കിൾ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, സെന്ററിൽ വെക്കാം. നമുക്ക് എന്തിനാ, പേജ് നമ്പറൊക്കെ ഒന്നുകൂടി മനോഹരാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കൂട്ടിക്കോളൂ. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് നിങ്ങൾ എന്താക്കുന്നത്, പേജ് നമ്പർ വെക്കുന്ന കൂട്ടിക്കോ. നമുക്ക് അതേ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പേജ് ഡിസൈനിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഞാൻ ഈ പേജ് നമ്പർ എന്താക്കുന്നു, ഒന്ന് മാറ്റാണ്. അതിന്റെ കളർ വൈറ്റ് ആക്കുന്നുണ്ട്. അതിന് നമ്മൾ ഈ നീലയുടെ മുകളിലേക്ക് വരണമെങ്കിൽ ബ്രിങ് ഫോർവേഡ് കൊടുക്കണം കേട്ടോ. ബ്രിങ് ഫോർവേഡ് കൊടുക്കണം. ഓക്കെ. അത് മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ സൈസ് ഒക്കെ ഒന്നും മാറ്റി, നമ്മൾ 44 ഒക്കെ ഉണ്ട് കാണാതെ, നമുക്കത് 28ലേക്ക് എത്തിക്കാം.
ഒരു പേജ് നമ്പർ എന്താക്കുന്നു സെൻറ്ററിൽ നമുക്ക് വന്നിട്ടുണ്ട്, റൗണ്ടപ്പിലായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്താക്കണം, നമ്മുടെ പേജേഴ്സ് ഒക്കെ നമുക്ക് പിന്നെ ഒരുമിച്ച് നമുക്ക് എന്താക്കണം, വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, അടുത്ത ഇതിലേക്കും പിന്നെ ഈ പേജ് സാധനം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എഡിറ്റ് കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പേജിൽ നമ്മൾ വരുമ്പോൾ എന്താക്കിയിട്ടുണ്ടാവും, അതവിടെ വരുമെന്നുള്ളതാണ്. അല്ലേ, 3 ഓട്ടോമാറ്റിക്കലി വന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പേജ് എടുക്കുമ്പോഴും നെക്സ്റ്റ് കൊടുക്കുമ്പോഴും അതവിടെ വരും, 4 ഓട്ടോമാറ്റിക്കലി അറൗണ്ടിൽ വരും. ഓക്കെ, ഇനി അടുത്ത് കൊടുക്കുമ്പോൾ 5ലേക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. അങ്ങനെ ഓരോ പേജിൻ്റെ ഉള്ളിൽ നമുക്ക് പേജ് നമ്പർ ഡിസൈൻസ് ആദ്യം നമ്മൾ ആദ്യത്തെ പേജിന് ഫുൾ ഡിസൈൻ സെറ്റ് ചെയ്ത് വെക്കണം, ബോർഡറും കാര്യങ്ങളും പേജ് നമ്പറുടെ ഒക്കെ ഡിസൈൻസ് ഒക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ പേജിലും ആ സംഗതികൾ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ പേജിന്റെ ഡിസൈൻസും ഫോട്ടോ ആഡ് ചെയ്യുന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇതിൽ കാണുന്നുണ്ടാവും നമ്മളെ ഈ ഒരു ഓതറ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നത്. ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ടാവുമല്ലോ. ഇൻട്രൊഡക്ഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇൻട്രൊഡക്ഷൻ ആട്ടോ നമുക്ക് പിന്നെ നമ്മളെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇത് ക്യാപിറ്റലായിട്ട് വരണം. അപ്പം നമുക്ക് ഇവിടെ എ കൊടുത്താൽ നമുക്ക് സ്മോൾ ക്യാപിറ്റലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പോവാണ് നമ്മളെ കുറിച്ചുള്ള. അപ്പോൾ നമ്മൾ ഓതറിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നമുക്കത് കണ്ടന്റുകളൊക്കെ എന്താ ചെയ്യാം, നമുക്ക് ജസ്റ്റ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ചാറ്റ് ജിപിടിയോ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യണം, ഓതറിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ആരാണ് ഓതർ എന്നുള്ള സംഗതികളൊക്കെ നമുക്കിവിടെ കാണിക്കാം. എൻ്റെ പിക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. മിനിറ്റ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പിക്ചറൊക്കെ നമുക്കിതിൽ കിട്ടും. ആ പിക്ചറൊക്കെ നമുക്കിതിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്ത് ആരാണ് ഓതർ എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഒരു ഇൻട്രോ കൊടുക്കുകയാണ്. എന്താണ് സ്റ്റോറി ബുക്കാണ് എന്നുള്ളൊരു ഇൻട്രോ ഒക്കെ കൊടുക്കാവുന്ന രീതിയിലാണ്. അതൊക്കെ ഞാൻ എന്താക്കുന്നത്, ഇവിടെ ഇത് കൊടുക്കുകയാണ് കേട്ടോ. മാറ്റം വരുത്താവുന്നതാണ് നമുക്ക്. ഓക്കെ, ഇതാണ് ഓതറിൻ്റെ എന്ത് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കാം. തൽക്കാലം ഞാൻ ആ സ്റ്റോറി കണ്ടന്റ് തൽക്കാലം എന്താക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ചെയ്യാം, ആരാണ് ഇത് എന്നൊക്കെയുള്ളത് കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് എൻ്റെ പേര് സുഹൈൽ എന്നാണെങ്കിൽ സുഹൈൽ മേൽമുറി, എന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ തൽക്കാലം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എന്താക്കുന്നു, ഞാൻ ഇവിടെ നമ്പേഴ്സ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മുടെ കണ്ടന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്കിത് ഒന്നും മനോഹരാക്കാം കേട്ടോ. നിങ്ങൾക്കിത് മനോഹരാക്കി മാറ്റാൻ പറ്റും. കണ്ടന്റുകൾ നിങ്ങൾക്ക് മനോഹരാക്കാൻ പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് സിമ്പിൾ മെത്തേഡ് പറഞ്ഞെന്ന് മാത്രം. നമ്മൾ ആരാണെന്നുള്ള ഇൻട്രോ കൊടുത്താണ്. അതിന് മുമ്പായിട്ട് നമ്മളെക്കുറിച്ച് ജസ്റ്റ് സിമ്പിൾ ഇൻട്രോ ഇവിടെ കൊടുത്താണ്. ഫോട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ആക്കാം, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഫോട്ടോയും നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കൊടുത്തിട്ട് കണ്ടന്റിന്റെ മെയിൻ സംഭവങ്ങൾ എന്താക്കാം, നമുക്കത് ഒരു 12 സൈസിൽ അല്ലെങ്കിൽ 16 സൈസിലൊക്കെ ആക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, ആക്കുന്നു. നമ്മുടെ പേര് താഴെ കൊടുക്കുന്നു, ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് താഴെ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്ത് എന്ത് ചെയ്യാം, ഒന്ന് പവർഫുൾ ആക്കാം. ഇവിടെ എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പേര് നമ്പേഴ്സ് ഒക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മെയിൽ ഐ ഡി ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പേജ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ പേജ് നമ്പർ കാണിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്കത് അത് റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷറി പേജ് നമുക്ക് ഡിസൈൻ ചെയ്തു. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഒരു കളർഫുൾ ആയിട്ടുള്ള പേജൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു കവർ പേജ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ക്യാൻവയിൽ പോയി കഴിഞ്ഞാൽ
എലമെന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു എന്താക്കാൻ പറ്റും, സ്റ്റോറി ബുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുമൊക്കെ ചെയ്യും. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരും. തൽക്കാലം നമുക്ക് ഇത് വെച്ച് പോവാണ്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നിർമ്മിച്ച് നോക്കാം. ക്രിയേറ്റ് എ കവർ പേജ് വിത്ത് illustrated image. Okay, name of title എന്തായി മാറണം, മൈ സെലക്ടഡ് സ്റ്റോറീസ്. തൽക്കാലം കൊടുക്കുക കേട്ടോ, നമുക്ക് എന്ത് വേണം, മൈ സെലക്ടഡ് സ്റ്റോറീസ് ഫോർ ദ സുഹൈൽ മേൽമുറി. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും ആവണമെന്നില്ല, ഏത് രീതിയിലും ആവാം, നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം എന്താണ് ആവണം നോക്കാം. ഞാൻ കവർ പേജ് ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ പ്രോംപ്റ്റ് എത്രത്തോളം മനോഹരമാകുന്നതനുസരിച്ചായിട്ട് ഇത് വരും. തൽക്കാലം സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കൊടുത്തത്. അപ്പൊ ഇതെന്ത് വരുന്നു എന്നുള്ളത് നോക്കാം നമുക്ക് കേട്ടോ. തൽക്കാലം എന്താക്കിയിട്ടുണ്ട്, ഒരു ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഞാൻ 4 ഇതും നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അല്ലേ, വന്നതാണ്. നമുക്ക് ഇതിൽ മാറ്റം വരുത്തണമെങ്കിലും വരുത്താവുന്നതാണ് കേട്ടോ. നമുക്ക് വേണ്ടത് പോർട്രേറ്റ് സൈസ് അല്ലേ, പോർട്രേറ്റ് എന്ന് തന്നെ കൊടുക്കും, പോർട്രേറ്റ് സൈസ് എന്ന് കൊടുക്കും കേട്ടോ. പോർട്രേറ്റ് സൈസിൽ വരുന്നുണ്ട് നോക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയോ വന്നിട്ടുണ്ട് നോക്കാം. ഇല്ല, നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ആവണമെന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൈ സെലക്ടഡ് സ്റ്റോറീസ് നമുക്ക് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത സാധനമൊക്കെ വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് ഇത്. പിന്നെന്താണ്, വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ചാറ്റ് GPT ആയാലും ജെമിനിയിലൊക്കെ പോയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, തൽക്കാലം ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് റിമൂവ് ചെയ്ത് ഇങ്ങനെ പോകാം. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു കവർ പേജും ഉണ്ടാക്കി തരാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒന്നുകൂടെ പ്രോംപ്റ്റ് ഒക്കെ ഒന്നുകൂടെ ഉഷാറായി കൊടുക്കുകയാണെങ്കിൽ നല്ല കവർ പേജ് ഒക്കെ ഉണ്ടാക്കി തരുമൊക്കെ ചെയ്യും. തൽക്കാലം നമ്മൾ ഇത് വെച്ച് പോകുന്നു. സ്റ്റോറീസിന്റെ കവർ പേജ്, ഫ്രണ്ട് പേജ്, അതോടൊപ്പം എന്താണ് നമുക്കതിന് ഒരു സ്റ്റോറികൾക്ക് ആവശ്യമായ പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെ, അതൊക്കെ നമ്മളിതിൽ പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ പേജ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം, ഒരു ബോർഡർ എങ്ങനെ ഡിസൈൻഡ് ആക്കി ചെയ്യാൻ പറ്റും, സാധനങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ഇതിന്റെ എന്താണ് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ സംഗതി നമുക്ക് ഡൗൺലോഡ് ആയി കിട്ടും ചെയ്യും. അപ്പൊ ഇതാണ് ഈ ഒരു സ്റ്റോറി, പിന്നെ ഡിസൈൻഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മെത്തേഡ്സ് ഒക്കെ. അപ്പൊ ഈ ക്ലാസ്സും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് എങ്ങനെയാണ്, നമുക്ക് ഇനി അടുത്തൊരു കളർഫുൾ പേജസ് ഒക്കെ നമുക്ക് എങ്ങനെ, പുസ്തകങ്ങളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഒന്നുകൂടി നമുക്ക് ഈ പുസ്തകങ്ങൾ നമുക്ക് എങ്ങനെ ആമസോണിലൊക്കെ സെല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ബുക്കിലേക്ക് ഈ ബുക്കായിട്ട് നമുക്കത് എങ്ങനെ മാറ്റി സെല് ചെയ്യാൻ പറ്റും, ഒരു ഇൻകത്തിന്റെ സോഴ്സ് ആക്കി എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.